5ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റ് അൽ ഖുളറത്ത്, പച്ചക്കറികൾ, പച്ചക്കറികൾ എന്ന് പറയാം. ഇതിൽ 3 പാഠങ്ങളുണ്ട്. ഒന്നാമത്തത് അൽ ബുദൂറു തൻമു എന്ന ഒരു ഇഴലാനാണ്. എന്താ ഇഴലാൻ? പരസ്യം. അൽ ബുദൂറു വിത്തുകൾ, തൻമു വളരുന്നു. അൽ ബുദൂറു തൻമു വിത്തുകൾ വളരുന്നു. കൃഷി ചെയ്യാൻ വേണ്ടി വിത്ത് നിലത്തിട്ടാൽ അത് വളർന്നു വരും അല്ലേ? ഇതാ ഇങ്ങനെയാണ് വളർന്നു വരിക. എന്താണ് അൽ ബുദൂറു തൻമു? നോക്കാം. വജദ ഇഹ്സാനുൻ റിസാലത്തൻ. ഇഹ്സാൻ ഒരു മെസ്സേജ് കണ്ടു. റിസാലത്തൻ മുഷ്തരിക്കത്തൻ ഒരു ഷെയർഡ് മെസ്സേജ്, ഷെയർ ചെയ്ത, ആരോ ഷെയർ ചെയ്ത, ഫോർവേഡ് ചെയ്ത മെസ്സേജ് കണ്ടു. ഫി മജ്മുഅത്തി വാട്സപ്പ് അൽ ഉസരിയ. ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ, വാട്സപ്പിലെ ഫാമിലി ഗ്രൂപ്പിൽ ആരോ ഷെയർ ചെയ്തൊരു മെസ്സേജ് ആര് കണ്ടു? ഇഹ്സാൻ കണ്ടു. അസ്റാ ഇല വാലിദിഹി ബിൽ ജവ്വാലി. അവൻ മൊബൈൽ ഫോണും കൊണ്ട് ഉപ്പയുടെ അടുക്കലേക്ക് വേഗം പോയി. അസ്റ എന്ന് പറഞ്ഞാൽ എന്താ? വേഗം പോയി, കുതിച്ചു പാഞ്ഞു. പെട്ടെന്ന് ഈ മെസ്സേജ് കണ്ടപ്പോൾ ഫോണും കൊണ്ട് ഉപ്പാൻ്റെ അടുക്കലേക്ക് പോയി. ആര്? ഇഹ്സാൻ. വക്കാല, എന്നിട്ട് ഉപ്പാനോട് പറഞ്ഞു, യാ വാലിദി, ഉപ്പ, ഉൻദുറില ഹദ, ഇത് നോക്കൂ. അൽ വാലിദ്, മാതാ യാ ബനയ്യ, എന്താണ് മോനെ? ഇഹ്സാൻ, ഇഅ്ലാനുൻ അനിൽ മഅരിൽ സിറാഇ, ഒരു അഗ്രികൾച്ചറൽ എക്സിബിഷനെ കുറിച്ചുള്ള പരസ്യമാണ്, ഒരു കാർഷിക പ്രദർശനം. അൽ മഅരിൽ സിറാഇ എന്ന് പറഞ്ഞാൽ എന്താ? കാർഷിക പ്രദർശനം. കാർഷിക എക്സിബിഷനെ കുറിച്ചുള്ളൊരു ഇഅ്ലാനാണ്, ഒരു പരസ്യമാണ് ഈ മെസ്സേജ്. ഇതാണ് കാർഷിക എക്സിബിഷൻ. അൽ മഅരിൽ സിറാഇ. കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും അവിടെ ഉണ്ടാകും. വിത്തുണ്ടാകും, തൈകളുണ്ടാകും, വളങ്ങളുണ്ടാകും, പിന്നെ കൃഷി ഉപകരണങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ വാങ്ങാൻ കിട്ടും. എക്സിബിഷൻ ആകുമ്പോൾ നല്ല ഡിസ്കൗണ്ട് ഉണ്ടാകും, വിലക്കുറവുണ്ടാകും അല്ലേ? അങ്ങനെ എല്ലാവർക്കും വാങ്ങാനുള്ളൊരു അവസരം ഒരുക്കുന്നതാണിത്. ഇതാണ് ആ നോട്ടീസ്, ആ പരസ്യം. ഇഹ്സാൻ വാട്സപ്പിൽ കണ്ട പരസ്യമാണിത്. അൽ മഅരിൽ സിറാഇ, കാർഷിക പ്രദർശനം. തുഅലിനു ഇദാറത്തു സിറാഅത്തി ഹുകൂമത്തു കേരള ബി ഇഖാമത്തി മഅരിലിൻ സിറാഇൻ. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കൃഷി വകുപ്പ് ഒരു കാർഷിക പ്രദർശനം നടത്തുന്നതിനെ കുറിച്ച് പരസ്യം ചെയ്യുന്നു. തുഅലിനു എന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്യുന്നു. ആരാണ് പരസ്യം ചെയ്യുന്നത്? ഇദാറത്തു സിറാഅത്തി, കൃഷി വകുപ്പ്. ഏത് കൃഷി വകുപ്പ്? ഇല്ല, ഹുകൂമത്ത് കേരള ഗവൺമെൻറ്റിലെ കൃഷി വകുപ്പ് പരസ്യം ചെയ്യുന്നു. ബി ഇഖാമത്തി, എന്താണ് പരസ്യം ചെയ്യുന്നത്? ബി ഇഖാമത്തി മഅരിലിൻ സിറാഇൻ, ഒരു മഅരിലിൻ സിറാഇ, ഒരു കാർഷിക പ്രദർശനം നടത്തുന്നതിനെ കുറിച്ച്. ഇഖാമത്ത് മീൻസ് നടത്തുക, നടത്തുന്നതിനെ കുറിച്ചാണ് പരസ്യം ചെയ്യുന്നത്. ഇബ്തിദാഅൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ മുതലാണോ അതിനാണ് ഇബ്തിദാഅൻ എന്ന് പറയാം. ഇബ്തിദാഅൻ മിന താരീഖി 2024 സെപ്റ്റംബർ 15 അല്ലേ? 15/9/2024 എന്ന് പറഞ്ഞാൽ 2024 സെപ്റ്റംബർ 15 മുതൽ. അതാണ് ഇബ്തിദാഅൻ. ഇബ്തിദാഅൻ മിന താരീഖ് 15 സെപ്റ്റംബർ 2024 മിലാദി. 2024 സെപ്റ്റംബർ 15 മുതൽ ആണ് ഈ പ്രദർശനം. ഏതുവരെ? ഹത്ത 24 സെപ്റ്റംബർ 2024 മിലാദിയ. 2024 സെപ്റ്റംബർ 24 വരെ, അതായത് സെപ്റ്റംബർ 15 മുതൽ സെപ്റ്റംബർ 24 വരെയാണ് പ്രദർശനം. മിനസാഅത്തി റാബിഅത്തി ഇല സാബിഅത്തി മസാഅൻ, വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെ. മിനസാഅത്തി റാബിഅത്തി, 4 മണി മുതൽ, ഇല സാബിഅത്തി 7 മണി വരെ, മസാഅൻ വൈകുന്നേരം. അപ്പോൾ 4 മണി മുതൽ 7 മണി വരെയാണ് എക്സിബിഷൻ. ആ സമയത്ത് എല്ലാവർക്കും പോകാം. മീസാത്തുന, ഞങ്ങളുടെ സവിശേഷതകൾ. എന്തൊക്കെയാണ് ഞങ്ങളുടെ സവിശേഷതകൾ? ബുദൂറുൻ മുതനവ്വിഅ, വിവിധ ഇനം വിത്തുകൾ. ഞങ്ങളുടെ സ്റ്റാളിൽ, ഞങ്ങളുടെ പ്രദർശനത്തിൽ വിവിധ ഇനം വിത്തുകളുണ്ട്. ശതലാത്തുൻ മുഖ്തലിഫ, പലതരം തൈകളുണ്ട്. ശതലാത്ത് മീൻസ് തൈകൾ, പച്ചക്കറികളുടെയും മറ്റും തൈകൾ.
അദവാത്തുൻ യദവിയ, ഹാൻഡ് ടൂൾസ്. അദവാത്ത് മീൻസ് ടൂൾസ്, ഉപകരണങ്ങൾ. യദവിയ, കൈകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ. കൈക്കോട്ട്, പടന്ന, അതേപോലെയുള്ള വളമൊക്കെ മിക്സ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ, അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹക്കായിബ്, ബാഗുകളുണ്ട്. എന്തിനാ ബാഗ്? സ്കൂൾ ബാഗാണോ? അല്ല, കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള ബാഗുകളുണ്ട് അല്ലേ? വിത്തുകൾ ബാഗിൽ കൃഷി ചെയ്യും, അങ്ങനെയുള്ള ബാഗുകളുണ്ട്. അസ്മിതത്തുൻ തൊബീഇയ്യ, ജൈവ വളങ്ങളുണ്ട്. മുബീദാത്തുൻ തൊബീഇയ്യ, പിന്നെ ജൈവ കീടനാശിനികളുണ്ട്. കീടനാശിനി എന്താണ്? പച്ചക്കറികളിലും മറ്റും ഇലകളൊക്കെ പല പുഴുക്കളും വന്ന് തിന്നുകളയും അല്ലേ? അപ്പോൾ അവയൊക്കെ നശിപ്പിക്കാനുള്ള വസ്തുക്കളാണ്, ഒരു ദ്രാവകമാണ് കീടനാശിനി. അപ്പോൾ കീടനാശിനി, ജൈവ കീടനാശിനിയുണ്ട്, അതേപോലെ കെമിക്കലായിട്ടുള്ളതുണ്ട് അല്ലേ? രാസകീടനാശിനി ഉപയോഗിച്ചാൽ നമ്മുടെ വിളകൾക്കും അത് മോശമായി ബാധിക്കും. ജൈവ കീടനാശിനി ഉപയോഗിച്ചാലോ വിളകളെ ഒന്നും ബാധിക്കുകയില്ല, ഈ പുഴുക്കളൊക്കെ നശിക്കുകയും ചെയ്യും. പക്ഷേ രാസകീടനാശിനി ഉപയോഗിച്ചാൽ പെട്ടെന്ന് നശിക്കും. ജൈവ കീടനാശിനി ആണെങ്കിലോ കുറച്ച് താമസമൊക്കെ എടുക്കും. എന്നാലും നമ്മൾ ജൈവ കീടനാശിനി വേണം ഉപയോഗിക്കാൻ കൃഷി ചെയ്യുമ്പോൾ. അപ്പോൾ അതിനാണ് മുബീദാത്തുൻ തൊബീഇയ്യ എന്ന് പറയുക. സാരിയോ, വേഗമാകട്ടെ. അൽ ബാബു മഫ്തൂഹുൻ അമാമക്കും, വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുകയാണ്. അദ്ദുഖൂലു മജ്ജാനൻ, എൻട്രി ഫ്രീ ആണ്, അതായത് പ്രവേശനം ഫ്രീ ആണ്, എല്ലാവർക്കും പ്രവേശിക്കാം ഈ പ്രദർശനത്തിലേക്ക്. പ്രവേശന ഫീസ് ഇല്ല. പിന്നെയോ ഇവിടെ മഞ്ഞ നിറത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഹസ്മുൻ ഹാസുൻ, പ്രത്യേക ഡിസ്കൗണ്ട്. എത്രയാണ്? 50% അല്ലേ? 50% ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാ സാധനത്തിനും. 100 രൂപയുടെ സാധനമാണെങ്കിൽ 50 രൂപക്ക് കിട്ടും. അതാണ് 50% ഡിസ്കൗണ്ട്. ഇനി നുജീബു അനിൽ അസ്ഇല, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. കം ഹസ്മൻ ഫിൽ മഅരിൽ സിറായി, കാർഷിക പ്രദർശനത്തിൽ എത്രയാണ് ഹസ്മ്, ഡിസ്കൗണ്ട്? ഇവിടെ കൊടുത്തു അല്ലേ? 50%. 50% എന്ന് എഴുതുക. മത്താ യബ്ദഉൽ മഅരിലു, മഅരിൽ എപ്പോൾ തുടങ്ങും? എപ്പോഴാണ് തുടങ്ങുക? യബ്ദഉൽ മഅരിലു മിനത് താരീഖി 15/9/2024 മീലാദിയ എന്ന് എഴുതുക. 2024 സെപ്റ്റംബർ 15 തുടങ്ങും. പിന്നെ മൻ അഅലന ബിൽ മഅരിൽ സിറായി, ഈ കാർഷിക പ്രദർശനം ആരാണ് പരസ്യം ചെയ്തത്? ആരാണ്? ഇദാറത്തു സിറാഅത്ത് അല്ലേ? അപ്പോൾ അഅലനത് ഇദാറത്തു സിറാഅത്തി ബിൽ മഅരിൽ സിറായി, ഈ കാർഷിക പ്രദർശനം ഇദാറത്തു സിറാഅത്ത് എന്ന് മാത്രം എഴുതിയാൽ പോരാ. അഅലനത് ഇദാറത്തു സിറാഅത്തി ഹുകൂമത്തു കേരള, കേരള ഗവൺമെന്റിന്റെ കൃഷി വകുപ്പ് പരസ്യം ചെയ്തു. ബിൽ മഅരിൽ സിറായി, ഈ കാർഷിക പ്രദർശനത്തിനെ കുറിച്ച്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പാഠം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് രണ്ടാമത്തെ പാഠം എടുക്കാം.